Assalamualaikum friends, and once again welcome back to Hasna's henna hut. ഇന്നത്തെ വീഡിയോയിൽ A4 ഷീറ്റ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു വാൾ ഡെക്കർ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ആ ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആദ്യമായിട്ട് തന്നെ നമ്മൾ A4 ഷീറ്റ് യൂസ് ചെയ്ത് ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. സ്ക്വയർ സൈസിൽ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ സൈസ് നിങ്ങളുടെ പൂവിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഈ A4 ഷീറ്റ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ പണ്ട് സ്കൂളിൽ നിന്ന് വിഷുവരിയൊക്കെ ആക്കാറില്ല, അപ്പോൾ അതേപോലെ ഇതൊന്ന് പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഈ പേപ്പറിൻ്റെ രണ്ട് എൻഡും കൂടി കോൺ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഈ പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫെവിക്കോൾ യൂസ് ചെയ്ത് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഇനി ഇത് മെറൂൺ കളർ യൂസ് ചെയ്ത് ഒന്ന് കളർ ചെയ്തെടുക്കുക. A4 ഷീറ്റ് ചെറിയ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്ത് ഗ്രീൻ കളർ കൊടുത്തതാണിത്. അതിനെ നമുക്ക് ഈ ഫ്ലവറിൻ്റെ താഴെയായിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇതുപോലത്തെ 6 ഫ്ലവർ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ലീഫാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു സ്ക്വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് A4 ഷീറ്റ്. അതിനെ നമുക്ക് ലീഫിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഗ്രീൻ ആക്രിലിക് പെയിൻറ് കൊണ്ട് കളർ ചെയ്യാം. അതുപോലെ കുറച്ച് ലീവ്സ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഒരു A4 ഷീറ്റോ ന്യൂസ് പേപ്പറോ എടുക്കുക. അതൊന്ന് 3 ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഒരു ഈർക്കിലിൻ്റെ ചുറ്റിലുമായിട്ട് നമുക്ക് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ ഒരു 6 എണ്ണം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് ഗ്രീൻ കളർ കൊടുക്കാം. ഞാനിവിടെ 4 കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്, ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് പേപ്പർ വെച്ചോ അല്ലെങ്കിൽ A4 ഷീറ്റ് യൂസ് ചെയ്ത് ഒന്ന് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം ആഷ് കളറ് പെയിൻറ്റും കൊടുക്കാം. ഞാനിവിടെ ആഷ് കളർ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു A4 ഷീറ്റ് എടുക്കുക. അതിൻ്റെ സൈഡിലായിട്ട് ഈ കാർഡ്ബോർഡ് പീസസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു ഫ്രെയിമിൻ്റെ രൂപത്തിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ബ്രാഞ്ചസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അറേഞ്ച് ചെയ്തതിന് ശേഷം ഫെവിക്കോൾ യൂസ് ചെയ്ത് ഒന്ന് സ്റ്റിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഫ്ലവർ നമുക്ക് ഈ ബ്രാഞ്ചസിൻ്റെ തറ്റത്തായിട്ട് വെച്ച് കൊടുക്കാം. ഫ്ലവേഴ്സും നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാം. അതിനുശേഷം ഈ ലീഫിൻ്റെ തറ്റത്ത് മാത്രം ഫെവിക്കോൾ ആക്കിയതിന് ശേഷം ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. നമ്മൾ 3D ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ബ്യൂട്ടിഫുൾ 3D വാൾ ഹാങ്ങിങ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.